സുരേഷ് സാർ, കഴിഞ്ഞ ദിവസം നമ്മുടെ സുപ്രീം കോടതി പറയുകയുണ്ടായി, കാസി കോടതി, കാജിയാത്ത് കോടതി, ശരിയ കോടതി, ഇത്തരം കോടതികൾക്കൊന്നും നമ്മുടെ നാട്ടിലെ നിയമവുമായിട്ട് ഒരു ബന്ധമില്ല, അല്ലെങ്കിൽ ഇത്തരം കോടതികളുടെ നിയമം ഒന്നും പാലിക്കേണ്ട കാര്യമില്ല എന്ന്. അതായത് നമ്മുടെ സുപ്രീം കോടതി വ്യക്തമാക്കുകയാണ്, നമ്മുടെ രാജ്യത്തിന് നമ്മുടെ സുപ്രീം കോടതി അടക്കം അംഗീകരിക്കുന്ന ഒരു നിയമമുണ്ട്, ഒരു ഭരണഘടനയുണ്ട് നമ്മുടെ രാജ്യത്തിന്. അതിന്റെ അപ്പുറത്തേക്കുള്ള കോടതികളുടെ ആവശ്യമില്ല. അത് ഏത് മതമായാലും എത്ര വലിയ പ്രസ്ഥാനമായാലും എന്തായാലും നമ്മുടെ രാജ്യത്ത് അനുവദിച്ചിരിക്കുന്ന നിയമം അനുസരിച്ചാൽ മതി എന്ന് പറയുകയാണ്. നമുക്കറിയാം, പല വിധത്തിലും ഈ ഇസ്ലാം മതം നടത്തുന്ന ഒരു നിയമത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമുണ്ട്. നമുക്ക് കോടതികളിൽ വെച്ച് തീർക്കേണ്ടുന്ന വിഷയങ്ങൾ ഇവരൊരു 4-5 പേര് ഉസ്താദുമാരും കോയമാരും ഒക്കെ ചേർന്ന് ഒരു സഭ വിളിച്ചു ചേർത്ത് ഇവരങ്ങ് പരിഹരിക്കും. അത് വേണ്ട എന്ന് തുറന്നു പറയുകയല്ലേ കോടതി? ഒപ്പം ഒരു താക്കീതിന്റെ ഒരു സ്വരം കൂടി കോടതിയുടെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിലില്ലേ? ഉണ്ട് രീതു, അതാണ് കാണുന്നത്. നമ്മൾ ഈ കേസ് ഇതിനു മുമ്പ് 2014 സുപ്രീം കോടതി സെറ്റിൽ ചെയ്തൊരു കേസാണത്. അന്ന് എനിക്ക് തോന്നുന്ന ഒരു ഷറിയ കോടതിയെ പറ്റി തന്നെയായിരുന്നു, അന്ന് ഒരു ലീഗൽ സ്റ്റേറ്റസിനെ പറ്റിയായിരുന്നു. ഈ കേസിൽ എന്താ പറ്റിയത്, ഒരു മുസ്ലിം സ്ത്രീ ഒരു ഹസ്ബൻഡായിട്ട് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുകയാണ്. അവർ ഹസ്ബൻഡ് കോർട്ട് ഓഫ് കാജിയാത്ത് എന്ന് പറഞ്ഞിട്ട് ഈ ദാറുൽ ഖാജ ടു ഗെറ്റ് തലക്നാമ കിട്ടാൻ വേണ്ടിയിട്ട്, ഡിവോഴ്സ് പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് അവരൊരു കേസ് ഫയൽ ചെയ്തു. ഈ ഇവിടെ പോയിട്ട് ഇത് കോർട്ട് ഓഫ് ദാറുൽ ഖാജ. അത് സുപ്രീം കോടതി പറഞ്ഞു, ഈ കോർട്ട് ഓഫ് കാസി, ദാറുൽ ഖാജയോ കാജിയാത്തോ ഷറിയ കോഡ് ഒരു ലീഗൽ സ്റ്റേറ്റസും ഇല്ല, നിങ്ങൾക്ക് ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ഫത്വ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യാൻ നിങ്ങൾക്ക് അധികാരം ഇല്ല എന്നാണ് സുപ്രീം കോടതി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. 2014 അതേ ജഡ്ജ്മെന്റിന് 11 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നുകൂടി റീഎൻഫോഴ്സ് ചെയ്യണം. ഇത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മള് ഈ കേസ് 2014 കേസ് ഒരു വിശ്വാലോചൻ മദൻ എന്ന് പറഞ്ഞൊരു കേസായിരുന്നു ഇതുണ്ടായത്. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഇങ്ങനത്തെ ഏത് ബോഡി ഒരു കേസ് ഇത് ഡിസിഷൻ എടുത്താലും അത് എൻഫോഴ്സിബിൾ അല്ല, ലീഗലി എൻഫോഴ്സിബിൾ അല്ല എന്ന് സുപ്രീം കോടതി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പോ ഈ പറഞ്ഞ മാതിരി ഇനി എന്ത് ചെയ്യും എന്നാണ് ഇങ്ങനത്തെ പാർട്ടികളൊക്കെ. ഇവർക്ക് കുറെ കാശ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഈ കാജമാർക്കും കാജിമാർക്കൊക്കെ. ഇപ്പൊ വളരെ ക്ലിയർ ആയിട്ട് ഈ പറഞ്ഞ മാതിരി ഒരു മുസ്ലിം സ്ത്രീക്ക് അവർക്കൊരു മെയിൻ്റനൻസ് കിട്ടണമെങ്കിൽ, ജൂഡിസ്ഡിക്ഷൻ കിട്ടണമെങ്കിൽ അത് കോടതികളായിരിക്കും എന്നുള്ള വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഇനി വരാൻ പോകുന്ന സുപ്രീം കോടതി പറഞ്ഞത് UCC ആണ്, യൂണിഫോം സിവിൽ കോഡിനുള്ള ഒരു വഴിയാണ് കാണിച്ചു കൊടുക്കുന്നത്. അവിടെയാണ് സുരേഷ് സാർ എനിക്കും ഒരു സംശയം തോന്നിയത്. സംശയം എന്നതിനപ്പുറത്തേക്ക് അതൊരു ഹോപ്പ് കൂടിയാണ് തോന്നുന്നത്. നമ്മുടെ സുപ്രീം കോടതി പോലും യൂണിഫോം സിവിൽ കോഡിനെ അംഗീകരിച്ച് എത്രയും പെട്ടെന്ന് രാജ്യത്ത് നടപ്പിലാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത്തരം മതങ്ങളുടെ പേരിലുള്ള നിയമങ്ങൾക്ക് ഒരു തടയിടണം എന്നുള്ളത് ഇന്ന് ഈ 2025 നമ്മുടെയൊക്കെ ആവശ്യമാണ്, അല്ലെങ്കിൽ കൂടുതൽ പുരോഗമന രീതികളിലേക്കൊക്കെ നമ്മുടെ രാജ്യം കടന്നു പോകുമ്പോൾ ആവശ്യമാണ്. ഇവരെങ്ങനെയായിരിക്കും ഇതിനോട് ഒരു എതിർപ്പ് അറിയിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇവർ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഞാൻ ചോദിക്കുന്നത് ഇസ്ലാം മതം ഉൾപ്പെടെയുള്ളവയെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ്. ഇതിൽ ഇസ്ലാം മതത്തിന് മാത്രമേ മേജർ പ്രോബ്ലം ഉണ്ടാവുള്ളൂ. ബിക്കോസ് ഞാൻ കാണുകയാണെങ്കിൽ പാർസീസിന് ഒരു സെപ്പറേറ്റ് പേഴ്സണൽ ലോ ഉണ്ട്. അത് പിന്നെ ഈ പറഞ്ഞ മാതിരി അവരൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ മൈനോറിറ്റിയാണ്. അവർ വളരെ ചെറിയ പോപ്പുലേഷൻ, 57,000 പേര് ഓൾ ഓവർ ഇന്ത്യയിലുള്ളൂ ഇതുവരെ. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിഖ്സിന്റെ ഉണ്ട്. അവർ പിന്നെ ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ അണ്ടറിലാണ് വരിക അവർക്ക്. അപ്പൊ ഹിന്ദുസിന് ഓൾറെഡി പണ്ട് തൊട്ട് തന്നെ ഒരു നിയമമുണ്ട്, നമുക്ക് കല്യാണമായാലും ഡിവോഴ്സ് ആയാലും ഇൻഹെറിറ്റൻസ് ആയാലും അഡോപ്ഷൻ ആയാലും. ഈ പ്രോബ്ലം വരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ്, ഇസ്ലാമിലാണ്. ബിക്കോസ് ഇസ്ലാമിന് ടെക്നിക്കലി അഡോപ്ഷൻ ചെയ്യാൻ പറ്റില്ല, അഡോപ്ഷൻ അലൗഡ് അല്ല എന്നാണ് ഒരു കോൺസെപ്റ്റ് അവർക്ക്. അതുമാതിരി ഇൻഹെറിറ്റൻസും അതെ, പെൺകുട്ടികൾക്ക് കിട്ടുന്ന ഈ പറഞ്ഞ മാതിരി അവരുടെ അച്ഛനും അമ്മയുടെയും സ്വത്ത് അവർക്ക് വളരെ കുറച്ചേ കിട്ടുള്ളൂ. ബിക്കോസ് അതിലും ആദ്യം ഒരു അനിയന്മാരും ചേട്ടന്മാർക്കും കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നൊരു ചെറിയ ഭാഗമാണ് ഈ മുസ്ലിം പെൺകുട്ടികൾക്ക് കിട്ടാൻ പോകുന്നത്. അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ അതാണ് അതിന്റെ അഗേൻസ്റ്റ് ആയിട്ട് എത്ര എതിർപ്പുള്ളത് കേട്ടോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ എതിർപ്പ് സ്ത്രീകളുടെ സൈഡിൽ നിന്നല്ല വരുന്നത്, ഈ എതിർപ്പ് വരുന്നത് ആണുങ്ങളുടെ സൈഡിൽ നിന്ന്. ബിക്കോസ് അവര് ഈ പറഞ്ഞ മാതിരി സ്വത്തൊക്കെ പോകുന്നത് നമുക്ക് ഓർമ്മയുണ്ടാവും. അരുന്ധതി റോയുടെ അമ്മ മേരി റോയ് പണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഇതൊരു ഇഷ്യൂ ഉണ്ടായിട്ട് അവരതിലും ഈ പറഞ്ഞ മാതിരി ടെക്നിക്കലി ഡിവോഴ്സ് ഇല്ല അവരതിൽ. ബിക്കോസ് സ്റ്റിൽ ഡെത്ത് ഡു അസ് അപ്പാർട്ട് എന്നാണ് അവിടെ പള്ളിയിൽ വെച്ച് ചെയ്യണത് അവര്. അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ പള്ളിയിൽ പിന്നെ അതിന് ഡിവോഴ്സ് എന്ന കോൺസെപ്റ്റ് ഇല്ല. പക്ഷെ എന്നാലും അത് നടക്കുന്നുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് മേരി റോയ് പണ്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് ഇതേമാതിരി അവർക്ക് ഇൻഹെറിറ്റൻസിന് വേണ്ടിയിട്ട് അവരുടെ ചേട്ടന്മാരോ അനിയന്മാരോ ആരുടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു അവർക്ക്.
അത് തർക്കം ഉണ്ടായിരുന്നു. ആ തർക്കം സോർട്ട് ഔട്ട് ചെയ്യാൻ സുപ്രീം കോടതിയിൽ പോയി അവരൊരു ഓർഡർ വാങ്ങിച്ചിട്ട് വന്നു. അപ്പൊ ഇതൊക്കെ ഓരോ മതത്തിനും ഓരോ ഓർഡറാണ്, ഓരോ പീസും അവിടെ എവിടെയായിട്ട് കിടക്കുന്നുണ്ട്. എനിക്കിവിടെ ഒരു 40,000 കേസസ് എങ്ങാണ്ട് ഈ പറഞ്ഞ മാതിരി ഇൻഹെറിറ്റൻസിന്, എസ്പെഷ്യലി അഡോപ്ഷൻ ഇൻഹെറിറ്റൻസ് ആണ് ഏറ്റവും വലിയ ഇഷ്യൂ. അപ്പൊ അവിടെയാണ് സുപ്രീം കോടതിയും കുറെ ഹൈക്കോടതികളും പറഞ്ഞത്, നിങ്ങൾ ഇതൊക്കെ നിർത്തി നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരും. യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്, എല്ലാവർക്കും ഒറ്റ നീതിയായിരിക്കും. ഇപ്പൊ യൂണിഫോം സിവിൽ കോഡിനെ കണ്ട് നമ്മുടെ ഉത്തരാഖണ്ഡിൽ യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞു. ബാക്കി ഗോവയിൽ ഓൾറെഡി ഒരു യൂണിഫോം സിവിൽ കോഡ് ഉണ്ട്, പക്ഷെ അത് പോർച്ചുഗീസ് കാലത്തെ ഒരു സിവിൽ കോഡാണ്. അത് ശരിക്കും ടെക്നിക്കൽ ഒരു യൂണിഫോം സിവിൽ കോഡ് അല്ലാതെ, പക്ഷെ എന്നാലും ഒരു യൂണിഫോം കോഡാണ്. ഇപ്പൊ ഈ ഉത്തരാഖണ്ഡ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ നിയമപ്രശ്നം വരുന്നത്. ഇപ്പൊ നമുക്ക് ഉത്തരാഖണ്ഡിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഈ നിയമം പാലിക്കേണ്ടെന്ന് വെച്ചാൽ അവർ പുറത്ത് വന്ന് വേറൊരു നാട്ടിൽ വന്ന് താമസിച്ച്, വേറൊരു സംസ്ഥാനത്ത് താമസിച്ച് അവിടുത്തെ അഡ്രസ്സ് വെച്ചിട്ട് അവർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ ഉത്തരാഖണ്ഡിൽ ഫോർ എക്സാമ്പിൾ ലീവ് ഇൻ കപ്പിൾസിന് രജിസ്റ്റർ ചെയ്യണം എന്നൊരു റൂൾ ഉണ്ട്. അതിപ്പോ കേരളത്തിൽ കാണില്ല ചിലപ്പോൾ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ വേണമെങ്കിൽ ഉത്തരാഖണ്ഡ് വിട്ട് പഞ്ചാബിൽ വരുമായിരിക്കും. പക്ഷെ അതല്ല അതിന്റെ ഒരു പ്രോബ്ലം. എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരുമിച്ച് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റേറ്റ്സിനും ബാധകമാവും. അതേസമയത്ത് സ്റ്റേറ്റ്സ് ഒരു ഫെഡറൽ സെറ്റപ്പിൽ അവർക്കും ഒരു നിയമം കൊണ്ടുവരാനുള്ള അധികാരമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ അതിലൊരു ഓവർലാപ്പിംഗ് ഉണ്ടാവും എന്തായാലും. പക്ഷെ ഞാൻ ഈ കാണുകയാണെങ്കിൽ ഈ കേസിലും അതെ, ഇപ്പൊ സുപ്രീം കോടതി ഈ ഒരു വിധി അതൊരു റീട്രേഷൻ ആയിരുന്നു, ഒരു പുതിയ ജഡ്ജ്മെന്റ് അല്ല അത്. 2014 ഒരു ജഡ്ജ്മെന്റിന് അവർ ഒന്നും കൂടി റീഇൻഫോഴ്സ് ചെയ്തിട്ട് പറഞ്ഞ ഇവർക്ക് ആർക്കും ഒരു റോളില്ല. ഇതിനു മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്, ഹൈദരാബാദിൽ ഈ കാസിമാർ കല്യാണത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയായിരുന്നു. അതാണ് പിന്നെ ഇവര് പാസ്പോർട്ടിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുള്ളത്, കല്യാണത്തെ സർട്ടിഫിക്കറ്റ്. അതിൽ കള്ള സർട്ടിഫിക്കറ്റ് പകുതിയും. ബിക്കോസ് അതിൽ അറബികൾ കുറെ വന്ന് അവിടുത്തെ പെൺകുട്ടികളെ കല്യാണം കഴിക്കാറുണ്ട്, പണ്ട് യങ്ങായിട്ട് പെൺകുട്ടികൾ. പിന്നെ അത് ഗവൺമെന്റ് അവിടുത്തെ ക്രാക്ക് ഡൗൺ ചെയ്ത് ആ പരിപാടി നിർത്തി. എന്നാലും ഇപ്പോഴും നടക്കുന്നുണ്ട് ചെറുതായിട്ട്. അതല്ല എന്റെ പ്രോബ്ലം ഇവിടെ വരുന്നത്, ഈ പറഞ്ഞ നിങ്ങൾ ഒഫീഷ്യലായിട്ട് ഗവൺമെന്റ് അടുത്ത് പോയി ബർത്ത് ആൻഡ് ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചില്ലെങ്കിൽ, ഒരു കുട്ടി ജനിച്ചാലോ അല്ലെങ്കിൽ വീട്ടിലൊരു മരണം നടന്നാലോ രജിസ്ട്രേഷൻ ഉണ്ട്, ആ പ്രോസസ് ഉണ്ട് അതിന് വേണ്ടി. ഇല്ല, ഞങ്ങളുടെ കാസിമാരും ഞങ്ങളുടെ അവരും കോടതിയും ഞങ്ങളുടെ ശരിയ നടക്കുന്നത്, അത് പറ്റില്ല. നിങ്ങൾ തന്നെ പറയും നിങ്ങൾ സെക്യുലർ നാട്ടിലാണ് താമസിക്കുന്നത്. സെക്യുലർ നാട്ടിൽ എവിടെയാണ് ശരിയ വരിക? നിങ്ങളുടെ പേഴ്സണൽ ആയിരിക്കാം, അത് കല്യാണത്തിന്റെ കാര്യത്തിലും ബാക്കിയുള്ളൊക്കെ ആരും ഇന്റർഫിയർ ചെയ്യുന്നില്ല. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഈ ഡിവോഴ്സിന്റെ കേസ് വരുമ്പോൾ മെയിൻ്റനൻസ്, നമുക്ക് അറിയാം ഷാബാനുവിന്റെ ഒരു ജഡ്ജ്മെന്റ് എന്നാണ്, ഒരു വലിയൊരു സുപ്രീം കോടതി ഒരു ജഡ്ജ്മെന്റ് ആയിരുന്നു അന്ന്. പക്ഷെ ആ ജഡ്ജ്മെന്റ് രാജീവ് ഗാന്ധിയാണ് തിരിച്ച് പിന്നെയും ഒരു നിയമം കൊണ്ടുവന്ന് അതിനെ ഇല്ലാതാക്കി. ആലോചിക്കുക, മുസ്ലിം സ്ത്രീകൾക്ക് കിട്ടേണ്ട ഒരു മെയിൻ്റനൻസ് ഇല്ലാതാക്കിയത് കോൺഗ്രസ് പാർട്ടിയാണ്. എന്തിനാ? മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടിയിട്ട്. അന്ന് രാജീവ് ഗാന്ധി ചെയ്തിട്ട്. പിന്നെ ഇപ്പൊ പറയുവരും ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റുന്നുണ്ട്, BJP കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റും. ആരാ മാറ്റിയത്? കോൺഗ്രസ്സുകാരായിരുന്നു. അതും മുസ്ലിം സ്ത്രീകൾക്ക് വരാനുള്ള മെയിൻ്റനൻസ്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ സുപ്രീം കോടതി അതൊരു ഒബ്സർവേഷൻ റൂളിംഗ് എന്ന് പറയാൻ വേണമെങ്കിൽ, ജഡ്ജ്മെന്റ് അല്ല, റൂളിംഗിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ മാതിരിയുള്ള കോടതികളും ഇനിയൊന്നും ഇനിയല്ല, അസല് ഇവരൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവരൊരു ഫത്വയോ ഇവരൊന്നും ലീഗലി എൻഫോഴ്സിബിൾ അല്ല. അതും ആരെങ്കിലും ലീഗലി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അവര് നേരെ നടപടി എടുക്കാമെന്ന് സുപ്രീം കോടതി ക്ലിയർ ആയിട്ട് പറഞ്ഞു. തീർച്ചയായും. മറ്റൊരു സംശയം എനിക്കുള്ളത്, ഈ പറയുന്ന പോലെ ഈ കാസി കോടതി, കാജിയാത്ത് കോടതി, ശരിയ കോടതി, ഈ കാസി കോടതിനെ അവര് വിശേഷിപ്പിക്കുന്നത് ദാറുൽ ഖാജ എന്ന് പറഞ്ഞിട്ടാണ്. ഈ 3 കോടതികളെയും എത്രയോ കാലങ്ങളായിട്ട് ഇതിങ്ങനെ ഇവരുടെ ഈ ഒരു നിയമം ഫോളോ ചെയ്തു വന്ന ആൾക്കാരാണ്. അവരോട് എനിക്കറിയില്ല ഈ നിയമത്തിൽ നല്ല കാര്യങ്ങൾ, മോശം കാര്യങ്ങൾ, ഇതിന്റെ ഒരു ഗുണവും ദോഷവും എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ ചില കാര്യങ്ങളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ചിലതുണ്ട്. ഇവരുടെ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ സുരേഷ് സാർ പറഞ്ഞതുപോലെ പെൺകുട്ടികൾക്ക് സ്വത്ത് മാറ്റിവെക്കുന്നതിലുള്ള ഒരു വേർതിരിവ് കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഈ മൊഴി ചൊല്ലുന്നതടക്കമുള്ള കുറച്ച് കാര്യങ്ങൾ, ആസ് എ വുമൺ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, ഇവരുടെ ഈ നിയമത്തിൽ ഏറ്റവും കൂടുതൽ അതിന്റെ ഒരു ദൂഷ്യവശങ്ങൾ അനുഭവിക്കുന്നത്, ഒരു വിക്ടിം ആയിട്ട് മാറുന്നത് പലപ്പോഴും സ്ത്രീകളല്ലേ? ഈ പറഞ്ഞ മാതിരി സ്ത്രീകൾക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം വരുന്നത്. ബിക്കോസ് നമുക്കറിയാം, ഷാബാനു കേസ് തൊട്ട് വേറെ എത്രയോ കേസുകളിലും മുസ്ലിം സ്ത്രീകൾക്ക് അവർക്ക് മെയിൻ്റനൻസ്, അവർക്ക് ഒരു അലിമനി, ഇപ്പോൾ ഹിന്ദു മാരേജസിൽ അത് ഒരു റൂളാണ്. ആദ്യം കോടതികളിൽ ഫാമിലി കോർട്ടിൽ പോകും, പിന്നെ ഈ പറഞ്ഞ മാതിരി അവരൊരു 6 മാസം സമയം തരും, രണ്ടുപേരും ഒരു അഗ്രിമെന്റിൽ എത്താൻ പറ്റുമോ നോക്കും, അല്ലെങ്കിൽ വല്ല കോംപ്രമൈസ് നോക്കാം, പറ്റിയില്ലെങ്കിൽ ഡിവോഴ്സ് കൊടുക്കും. അതേമാതിരി അലിമനി കൊടുക്കേണ്ടി വരും. അതിന്റെ അർത്ഥം ഒരു സ്ത്രീക്ക് ഒരു മാസം അവർ ചിലപ്പോൾ അവരുടെ കുട്ടിയോട് അവരുടെ കൂടിയായിരിക്കും നടത്തിക്കൊണ്ട് നന്നായിട്ട് ജീവിച്ചു പോകാൻ ഒരു പിന്നെ റീസണബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് എന്തായാലും കൊടുക്കണം എന്നാണ് കോടതികളുടെ ഇതുവരെയുള്ള റൂളിംഗ്.
പക്ഷെ ഒരു മുസ്ലിം സ്ത്രീക്ക് അത് കിട്ടില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം. അത് നമ്മൾ ഈവൻ ആർട്ടിക്കിൾ 370 കണ്ടിരുന്നു. കാശ്മീരിലെ മുസ്ലിം പെൺകുട്ടികൾക്ക് പുറത്തുനിന്ന് ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞു, ദാറ്റ് ഇന്ത്യയില്, ഭാരതത്ത് വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് കല്യാണം കഴിച്ചാൽ ആ പെൺകുട്ടിക്ക് അവിടെയുള്ള അവകാശങ്ങളെല്ലാം പോകും. അതാലോചിച്ച് നോക്കൂ. അതായിരുന്നു നിയമം. എത്ര 70 കൊല്ലം നടത്തിക്കൊണ്ടുവന്ന നിയമം ഈ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും മെഹബൂബ മുഫ്തിയൊക്കെ കൂടി നടത്തിക്കൊണ്ട് നിയമം അതായിരുന്നു. അതിനെന്തായാലും മോദി ഗവൺമെന്റ് മാറ്റിയത് ശരിയാക്കിയിരുന്നു. ഇനി വരേണ്ടത് യൂണിഫോം സിവിൽ കോഡ്. അപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം കണ്ടു കഴിഞ്ഞു. നമ്മൾ വഖഫ് നിയമം കണ്ടു കഴിഞ്ഞു, നമ്മൾ CAA കഴിഞ്ഞു. ഇനി ഇത് യൂണിഫോം സിവിൽ കോഡും ഒരു 1 നേഷൻ 1 ഇലക്ഷനും കൊണ്ടു കഴിഞ്ഞാൽ മോദി ഗവൺമെന്റ് 2029 വരെയുള്ള ചെക്ക് ലിസ്റ്റിലെ എല്ലാ ഐറ്റമും ടിക്ക് ഓഫ് ആയി പോകും. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ സുപ്രീം കോടതി ഈ ഒരു റൂളിംഗ് ഇത് എത്ര വരെ കേരളത്തിൽ ഇതിനെപ്പറ്റി അവിടുത്തെ ചാനലുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പറയില്ല, അവർക്ക് നാച്ചുറലി അവരുടെ വ്യൂവർഷിപ്പ് പോകില്ല, അവർക്ക് പേടിയാണത്. അവിടുത്തെ ചാനലുകൾക്ക് അവർ സെക്യുലർ ചാനലുകളാണ്. പക്ഷെ നമ്മൾ ABC മലയാളം അറ്റ്ലീസ്റ്റ് ഈ ന്യൂസ് പ്രേക്ഷകരെ അറിയിക്കുന്നു. ഈ സുപ്രീം കോടതി പറഞ്ഞു ഈ ഷറിയ കോടതിയും ബാക്കിയുള്ള കോടതികളൊന്നും നടക്കില്ല, അവരെ ഫത്വ ഒന്നും ഇതില്ല, അവർക്ക് മെയിൻ്റനൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ തലാഖ്നാമ കൊടുക്കാനോ അവർക്ക് അധികാരമില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. യെസ്, അതാണ് നമ്മുടെ കോടതിയും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നു. ഇത്തരം മതാടിസ്ഥാനത്തിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കേണ്ടതില്ല, അല്ലെങ്കിൽ അത് നമ്മൾ പാലിക്കേണ്ടതില്ല എന്ന് പറയാണ്. നമുക്കൊക്കെ അറിയാം, നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ UAE പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മകളുണ്ട് ഷെയ്ഖ മഹ്റ. ഷെയ്ഖ മഹ്റ സ്വന്തം ഭർത്താവിനെ അവരുടെ മുൻ ഭർത്താവിനെ മൊഴി ചൊല്ലിയത് സോഷ്യൽ മീഡിയ വഴിയായിരുന്നു. അതും ഇംഗ്ലീഷിൽ അവര് ഐ ഡിവോഴ്സ് യു എന്ന് 3 തവണ പറയാനുണ്ടായത്. അങ്ങനെ അറബി നാടുകൾ പോലും, അറബി രാജ്യങ്ങൾ പോലും നിയമങ്ങളിൽ കുറച്ച് മുന്നിട്ട് വരുമ്പോഴാണ് ഇന്ത്യയിൽ ഇപ്പോഴും ഇത്തരം കാടത്തമുള്ള, എന്താ പറയാ, നമ്മൾ പറയില്ലേ കാടൻ ചിന്താഗതി എന്നൊക്കെ പറയില്ലേ, അതുപോലെ കാടൻ നിയമങ്ങളുമായി നമ്മുടെ ഇവിടെയുള്ള ഒരു ഇസ്ലാം മതവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള നിയമങ്ങളും ഒക്കെ പോകുന്നത്. എന്തായാലും യൂണിഫോം സിവിൽ കോഡ് ഉടൻ നടപ്പാക്കുക, അതിനുള്ള ഒരു മൂവ്മെന്റ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കണം. വ്യക്തമാണ് സുരേഷ് സാർ, ആൻഡ് താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.